അയ്യോ, ഒന്ന് നിർത്തണേ, ആളുണ്ട്. പെങ്ങൾ ഒരു സെക്കൻഡ് താമസിച്ചു പോയി. ഇനി ഉടനെ ബസ്സില്ലല്ലോ. പെങ്ങൾക്ക് എവിടാ പോകേണ്ടത്? ടൗണിൽ പോണം. എവിടാ ജോലി? ഡോക്ടർ സുരേഷിന്റെ ഹോസ്പിറ്റലിൽ. ഓ, നേഴ്സാണല്ലേ? അതെ. എന്താ പേര്? സുചിത്ര. പെങ്ങളെ തെറ്റിദ്ധരിക്കരുത്. ഉള്ളത് ഞാനങ്ങ് തുറന്നു ചോദിക്കും. അതെന്റെ സ്വഭാവമാണ്. പെങ്ങൾ കൂടെ പോയിരുന്നു. എവിടെ? എന്റെ കൂടെ. ഇവിടെ അടുത്താ. ഹോസ്പിറ്റലിൽ 1 മാസം പണിയെടുത്ത കിട്ടുന്ന ശമ്പളം ഈ ഒരു ദിവസത്തേക്ക് ഞാൻ വാങ്ങിക്കുക. എനിക്ക് പെങ്ങളെ ഇഷ്ടപ്പെട്ടു. ഞാൻ അത്രക്കാരിയൊന്നുമല്ല. ആരാ അത്രക്കാരി? എല്ലാവരും ചെയ്യാറുള്ള ഇതൊക്കെ. കിട്ടുന്ന കാശ് വാങ്ങിച്ചോ? പെങ്ങൾ പിണങ്ങിയോ? പിടിച്ചില്ല അല്ലേ? നീ അത്രയ്ക്കങ്ങ് പതിവ്. ഇവിടെ വരും. എന്താ പേര്? സുചിത്ര. പരാതി ഉണ്ടോ? ഉണ്ട്. എങ്കിൽ സ്റ്റേഷനിലേക്ക് വരും. ശരി സർ. എന്താ ഇതേ ബോഡി ബിൽഡിംഗ്. ബോഡി ബിൽഡിംഗ് എന്ന് വെച്ചാല് ശരീരം അങ്ങ് വരുത്തുക. ഇതുപോലെ. എന്തിനാ ഈ ശരീരം വരുത്തുന്നത്? അതേ, ഗൾഫിൽ ചെല്ലുമ്പോ നല്ല ഉരുക്ക് ബോഡി ആയിരിക്കണം. അല്ലെങ്കിൽ ഉരുകിപ്പോകും. അവിടെ ഭയങ്കര ചൂടല്ലയോ. എന്നാ ഇത്? ഇതേ വെയിറ്റ് ലിഫ്റ്റാ. ഇതെടുത്ത് പൊക്കിയാൽ ആരോഗ്യം ഇങ്ങ് വരും. ഇതുപോലെ. ഇത് പൊക്കാൻ എന്താ പാട്? ഞാൻ ഒറ്റ കൈ കൊണ്ട് പൊക്കാമല്ലോ. അതങ്ങും നിന്റെ തോന്നലാ. അനങ്ങത്തില്ല. കാണണോ? കാണാം. നിന്റെ വിചാരം പൊങ്ങത്തില്ലെന്നാ. നോക്കോ. കണ്ടോ? പാമ്പിനെയാണ് അവൻ നോയിച്ചത്. ഞാനിത് സഹിക്കില്ല. നിനക്ക് നന്നായി വേദനിക്കുന്നുണ്ടല്ലേ? നെറ്റിയും ചുണ്ടുമൊക്കെ മുറിഞ്ഞല്ലോ. ശരീരത്തെ മുറിവ് എനിക്ക് നിസ്സാരമാണ്. മനസ്സിനാണ് മുറിവേറ്റത്. അവൻ എന്നെ നടു റോട്ടിലിട്ട് തല്ലി. ആൾക്കാരുടെ മുമ്പിലിട്ട് എന്നെ അപമാനിച്ചു. ചേടാ മണ്ട, നിനക്ക് അവളെയും കൊണ്ടെങ്കിൽ പോന്നാൽ പോരായിരുന്നു. അതായിരുന്നു എന്റെ ശ്രമം. അപ്പോഴാണ് അവൻ അവിടെ എത്തിയത്. അവനെ ഞാൻ വെറുതെ വിടില്ല. എന്റെ മനസ്സ് നൊന്ത പോലെ അവനെയും ഞാൻ നോവിക്കും. റഷീദ് ഒരു കാര്യം മനസ്സ് വെച്ചാൽ അത് നടത്തും. ഏതായാലും നിന്നെ ഞാൻ ജാമ്യത്തിൽ ഇറക്കിയല്ലോ. കേസ് നമുക്ക് പുല്ലാണ്. സാർ നോക്കിക്കോ, റഷീദ് ഇതിന് പകരം വിട്ടു. പകരം വിട്ടു സാറേ. നീ എന്തിനാ അവിടെ തല്ലുന്നത്? നാശമാക്കി. അവൻ കൊച്ചു കുഞ്ഞല്ലേ, അവനിത് വല്ലതും അറിയാമോ? അത് നീ അവൻ തല്ലുന്നതിനാ? ചേട്ടനാ അവനെ വഷളാക്കുന്നത്. എന്താ ശ്യാമളെ, ഞാനങ്ങനെ പറഞ്ഞത് നിനക്കിഷ്ടമായി? ചേട്ടൻ ഇനിയെങ്കിലും ഈ അഭിനയം നിർത്തിക്കൂടെ? അഭിനയം? നീ എന്താ ഈ പറയുന്നത്? നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ ധൈര്യം ഭർത്താവുമായി അഭിനയിക്കുന്നു. അതുപോലെ എന്തിനീ ധൈര്യമുള്ള അഭിനയം? അപ്പോ ഞാൻ അഭിനയിക്കുകയാണെന്നാണോ നിന്റെ വിചാരം? ശ്യാമളെ, അതെന്റെ മോനാണ്, എന്റെ രാജുമോൻ. അവനെ കാണാതെ ഒരു ദിവസം പോലും എനിക്കുറങ്ങാൻ കഴിയും. അത് നിനക്കറിയാമോ? എന്തൊക്കെയായാലും ഞാൻ പ്രസവിച്ച കുഞ്ഞല്ലേ. ചേട്ടൻ എന്തൊക്കെ പറഞ്ഞാലും എന്റെ കുഞ്ഞ്
ചേട്ടന്റെ ജീവിതത്തിൽ എന്നും ഒരു കരടായിരിക്കും. രാജുമോൻ എനിക്കൊരു കരടാണ്? ഒരിക്കലുമല്ല. നീ പഴയതൊക്കെ ഓർത്ത് എന്തൊക്കെയോ പറയുകയാണ്. ഞാനതൊക്കെ എന്നേ മറന്നു. ചേട്ടൻ പറയുന്നത് എന്താ വിശ്വസിക്കാനാവുന്നില്ലേ? ഇതൊന്നും ഞാൻ അഭിനയിക്കുന്നതല്ല. നീ ഒരു തെറ്റുകാരിയാണെന്ന് ഈയിടെയെങ്കിലും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മൾ അറിയാതെ ചിലതൊക്കെ സംഭവിച്ചെന്നിരിക്കും. അതിന് നാം ആരെയും ശിക്ഷിക്കാൻ പാടില്ല. നിന്നോട് എനിക്കൊരു സ്നേഹക്കുറവുമില്ല. നീ എന്റെ ഭാര്യയാണ്. നീ പ്രസവിച്ച രാജുമോൻ എന്റെയും മോനാണ്. ചേട്ടൻ എന്റെ ദൈവമാണ്. എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് ചേട്ടനല്ലായിരുന്നെങ്കിൽ ഞാൻ എന്നെ ആത്മഹത്യ ചെയ്യേണ്ടി വരുമായിരുന്നു. എന്തിനങ്ങനെ വേണ്ടാത്തൊക്കെ ചിന്തിക്കുന്നത്? വരും, എഴുന്നേക്ക്. ചേട്ടാ, ചേട്ടാ, എന്താ മോളെ? എത്ര നേരമായി ബാത്റൂമിൽ കയറിയിട്ട്? സ്റ്റേഷനിൽ പോകാൻ സമയമായി. നീങ്ങി വന്നേ. എന്തിനാ? ആ, ഒന്ന് വരുന്നേ. വേണ്ട വേണ്ട, ഞാൻ അങ്ങോട്ട് വന്നാലേ കുളി നടക്കില്ല. പ്ലീസ് ഒന്ന് വരുന്നേ. കാര്യം എന്താണെന്ന് പറയൂ. അതേ, ഒരു രഹസ്യമാ, ചെവി പറയാം. ആ, ഇങ്ങോട്ട് വരാൻ. ആ, അയ്യോ, എന്ത് ചേട്ടാ ഇത്? അയ്യേ, ഈ ചേട്ടന് ഒരു നാണമില്ല. അതിലിപ്പോ നാണിക്കാൻ എന്തുവാ? ടൗലിങ് എടുത്തോണ്ടുവാ. ഞാൻ രാത്രി താമസിച്ചേ വരും എന്ന് പറഞ്ഞാണോ നീ മുഖം വീർപ്പിച്ചിരിക്കുന്നത്? പിന്നെ ചേട്ടൻ രാത്രി വൈകി വരുമെങ്കിൽ എനിക്ക് ആരാ കൂട്ട്? ഒരു വേലക്കാരി പോലും ഇല്ല. ഞാനിതിൽ ശ്രമിക്കുന്നില്ലെന്നാണോ നിന്റെ വിചാരം? സത്യം പറയാമല്ലോ മോളെ, ഒരു ഭർത്താവിനെ കിട്ടാൻ വളരെ എളുപ്പമാ. പക്ഷെ വേലക്കാർക്ക് കിട്ടാൻ പാടാ. എനിക്ക് ഒറ്റയ്ക്കിരിക്കാൻ പേടിയാ. ഞാനൊരു കൊലപാതകം അറസ്റ്റ് ചെയ്യാൻ പോവാതിരിക്കാൻ പറ്റുമോ? ഏയ്, ആരാ ചിരിക്കുന്നത്? ആ, നല്ല ചിരി. നീ കേട്ടില്ലേ? ഇല്ല, ശ്രദ്ധിച്ചു നോക്കി. ഞാൻ കേൾക്കുന്നില്ല. എവിടെയാ? ദേ ഇവിടെ. ഓ ചേട്ടാ. വരട്ടെ മോളെ. വരട്ടെ മോളെ. ചേട്ടൻ നേരത്തെ വരണം. ചേട്ടാ, ചേട്ടൻ വരുന്നവരെ ഞാൻ ഉറക്കം ഇനി കാത്തിരിക്കും.